അസ്സലാമു അലൈക്കും. നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ ഒരു ചെറിയ വശമാണിന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പാൻറ് ധരിക്കുന്നവരിൽ കൂടുതലും കണങ്കാലിൻ്റെ ഞെരിയാണി എന്ന് പറയുന്ന നമ്മുടെ ഭാഗത്തിൻ്റെ താഴോട്ട് വസ്ത്രങ്ങൾ ധരിക്കുന്നത് കാണാം. വളരെ പ്രസിദ്ധമായൊരു ഹദീസുണ്ട്. ആരെങ്കിലും തൻ്റെ അരവസ്ത്രം, ഇസാറ എന്ന് വെച്ചാൽ അരവസ്ത്രം എന്നാണ് അർത്ഥം, പാൻറ്, മുണ്ട് അടക്കമുള്ള ഇസാറുകൾ, അരവസ്ത്രങ്ങൾ കണ്ണയുടെ താഴോട്ടാണ് ധരിക്കുന്നതെങ്കിൽ ആ ഭാഗം നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ വളരെ പേടിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അവരൊക്കെ ഈ നരകത്തിലാണ് എന്ന് പറയുന്ന രീതിയില്ല. ഏറ്റവും അപകടകരമായ കാര്യം വരുമ്പോൾ മാത്രമാണ് നബി തങ്ങൾ നരകത്തെ ഓർമ്മപ്പെടുത്തുക. ഇവിടെ വസ്ത്രത്തിൻ്റെ പേരിൽ ചില ആളുകൾ നരകത്തിൽ പോകും. നമ്മുടെയൊക്കെ മക്കൾ ധരിക്കുന്ന പാൻറ്റുകൾ അത്തരത്തിൽ നമ്മളെ നരകത്തിലെത്തിക്കുന്നൊരു കാര്യമാണ്. പല ആളുകളും മുണ്ടുകൾ ധരിക്കുമ്പോഴും അത് താഴോട്ട് താഴ്ത്തിയിടാറുണ്ട്. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ആ മുണ്ടുകൾ രണ്ട് കാലുകളുടെയും ഇടയിലോട്ട് കയറ്റി കണ്ണുകൾ വെളിവാകുന്ന രൂപത്തിൽ നിൽക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആ നിൽക്കൽ കറാഹത്താണ്. നിസ്കാരത്തിൻ്റെ പുറത്ത് ഹറാമും നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഒരു കറാഹത്തും നിർത്തും. രണ്ട് കാലിൻ്റെ ഇടയിലേക്കും വസ്ത്രങ്ങൾ കയറ്റി തിരികെ വെക്കൽ കറാഹത്താണ് നിസ്കാരത്തിൽ. യഥാർത്ഥത്തിൽ നമ്മുടെ ആ കണ്ണയുടെ മുകളിലോട്ട് ഈ വസ്ത്രങ്ങൾ ധരിക്കൽ നമ്മളെ സ്വർഗത്തിലെത്തിക്കും. കണ്ണയുടെ താഴോട്ട് വസ്ത്രങ്ങൾ ധരിക്കൽ നമ്മളെ നരകത്തിലെത്തിക്കും. ഇതേ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മൂത്രപ്പുരകളിൽ, ശൗചാലയങ്ങളിൽ ചെല്ലും. അത്തരം ഘട്ടങ്ങളിലൊക്കെയും മൂത്രത്തിൻ്റെ അംശങ്ങൾ ഈ വസ്ത്രത്തിൽ പറ്റും. യഥാർത്ഥത്തിൽ എത്ര വലിയ നജിസോടുകൂടിയാണ് നമ്മുടെയൊക്കെ കുട്ടികൾ, മുതിർന്നവർ നിസ്കാരത്തിന് വേണ്ടി ചെയ്യുന്നത്. മൂത്രം വലിയൊരു നജിസാണല്ലോ. പാല് മാത്രം കുടിക്കുന്ന കുട്ടികളുടെ ആ മൂത്രം പോലും പറ്റിയാൽ അതിനെ കുടഞ്ഞു കളയണം, വെള്ളം കൊണ്ട് കുടഞ്ഞു കളയണം എന്ന് പറയുമ്പോൾ അവിടം മുതൽ മൂത്രത്തിന് നജിസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ എത്ര വലിയ നജിസാണ് നമ്മുടെ മക്കളുടെയൊക്കെ ശരീരത്തിലുള്ളത്. വസ്ത്രങ്ങളും നജിസുകളും സൂക്ഷിക്കാൻ നമുക്ക് തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.